പശ്ചിമേഷ്യയെ പൂർണ്ണമായും ഒരു ലോകമഹായുദ്ധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ അതീവ ഭീതിതമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാന്റെ അത്യാധുനിക ഭൂഗർഭ ആണവ കേന്ദ്രമായ പിക്കാക്സ് മൗണ്ട് കുഹി കലങ്ക് ഗസ്ല തങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ യുദ്ധപ്രഖ്യാപനമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ വൻ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നത്. ഹാഗ്ഹെവിറ്റ് ഷോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇറാനെതിരെ പരസ്യമായ ഭീഷണി മുഴക്കിയത്. പിക്കാക്സ് മലനിരകളെ തങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഇറാൻ അവരുടെ ആണവ നിലപാടുകൾ ഒട്ടും പിന്നോട്ടല്ലെന്നും ട്രംപ് ആരോപിച്ചു. ഇറാൻ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഓരോ തവണയും തങ്ങൾ അത് ബോംബിട്ട് തകർക്കുമെന്നും വളരെ പെട്ടെന്ന് തന്നെ പിക്കാക്സ് കേന്ദ്രത്തിന് നേരെ അമേരിക്കൻ സൈന്യത്തിന്റെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ പ്രശസ്തമായ നതാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് ഈ പിക്കാക്സ് മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിക്കടിയിൽ 300 അടിയിലധികം ആഴത്തിൽ പാറകൾ തുറന്ന് നിർമ്മിച്ച ഈ ഭൂഗർഭ തുരങ്ക സമുച്ചയം അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും മാരകമായ ബങ്കബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്തത്ര സുരക്ഷിതമായാണ് ഇറാൻ നിർമ്മിച്ചിരിക്കുന്നത്. 2020 നതാൻസിൽ ഉണ്ടായ സ്ഫോടനങ്ങൾക്ക് ശേഷമാണ് ഇറാൻ ഈ കേന്ദ്രം അതിശക്തമായ സുരക്ഷാ മതിൽ കെട്ടി ഭദ്രമാക്കിയത്. ഇറാന്റെ ആണവ കേന്ദ്രമാണിത്. പിക്കാക്സ് തകർക്കുമെന്ന ഭീഷണിക്കൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ കപ്പലുകൾക്ക് നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയുടെ പൂർണ്ണ രക്ഷാധികാരി ഇനി മുതൽ അമേരിക്കയായിരിക്കുമെന്നും അവിടെ കൂടി കടന്നുപോകുന്ന എല്ലാ ചരക്ക് കപ്പലുകളിൽ നിന്നും തങ്ങൾക്ക് 20% നികുതി വേണമെന്നുമുള്ള വാദത്തിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. ചൊവ്വാഴ്ച മുതൽ ഈ ഉപരോധം പ്രാബല്യത്തിൽ വരുമെന്ന് US നാവികസേന വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണികൾക്ക് മുന്നിൽ ഒട്ടും വഴങ്ങില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവി നിശ്ചയിക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു അവകാശവുമില്ലെന്നും തങ്ങളാണ് ഈ ജലപാതയുടെ യഥാർത്ഥ കാവൽക്കാരെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. ട്രംപിന്റെ നികുതി ആവശ്യത്തെ പരിഹസിച്ച അദ്ദേഹം 20% എന്നത് വളരെ കൂടുതലാണെന്നും തങ്ങൾ ആ കാര്യത്തിൽ ന്യായമായി പെരുമാറുമെന്നും ഓർമ്മിപ്പിച്ചു. കടലിടുക്കിൽ നിർബന്ധിത നികുതി പിരിക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു നിയമപരമായ അവകാശവുമില്ലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഷിപ്പിംഗ് ഏജൻസിയും ട്രംപിനെ തിരുത്തി രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപിന്റെ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ പശ്ചിമേഷ്യയിൽ തുടർച്ചയായി 3ാം രാത്രിയും US സൈന്യം കടുത്ത ബോംബാക്രമണം നടത്തി. ഇറാന്റെ തീരദേശ നഗരമായ ബന്ദർ അബ്ബാസ്, കിഷ്, ക്വേഷം ദ്വീപുകൾ, അബുമുസ ദ്വീപ് എന്നിവിടങ്ങളിൽ വൻ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പ്രതികാരമായി ഒമാൻ അതിർത്തിയിലൂടെ കടന്നു പോവുകയായിരുന്ന UAEയുടെ മംബാസ, അൽബഹി എന്നീ 2 ഭീമൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ശക്തമായ ആക്രമണം നടത്തി. ആക്രമണത്തിൽ കപ്പലിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മറ്റൊരു ടാങ്കറിന് നേരിയ അജ്ഞാത വിക്ഷേപണം ഉണ്ടായി എന്നുള്ളതാണ് വാർത്ത. ഇതോടൊപ്പം കുവൈറ്റിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തുകയും ഹോർമൂസിന് മുകളിലൂടെ പറന്ന അമേരിക്കയുടെ അത്യാധുനിക MQ-1 ഡ്രോൺ വെടിവെച്ചിടുകയും ചെയ്തു. US 5ാം ഫ്ലീറ്റ് സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനിൽ വീണ്ടും ബോംബാക്രമണ സേനകൾ മുഴങ്ങിയതോടെ വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖല കനത്ത യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. എന്തായാലും അതീവ ഭീകരമാണ് കാര്യങ്ങൾ. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഹോർമൂസ് കടലിടുക്കിനെ ബന്ധിയാക്കി വെച്ചുകൊണ്ടുള്ള വിലപേശലുകൾ ആഗോള സമൂഹത്തിന് വലിയ ഭീഷണിയാണ്.